പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8-ാം വാക്യം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. സിനഗോഗുകളിലും അധികാരികളുടെയും ഭരണാധിപന്മാരുടെയും മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കുമെന്ന്, എന്തു പറയുമെന്നും ഉത്കണ്ഠാകുലരാകേണ്ട. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 5-ാം ദിവസം പ്രഭാതത്തിൽ ദൈവം പറയുന്ന വചന പ്രകാരമാണ് നാം ആരെ ഭയപ്പെടണം, ആരെ സ്നേഹിക്കണം, ആരിൽ ശരണപ്പെടണം എന്നതാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ജീവന്റെ മേലധികാരമുള്ള ദൈവത്തെ നമുക്ക് മാനിക്കാം. ദൈവത്തെ അറിയുക എന്നത് ജ്ഞാനത്തിന്റെ ആരംഭമാണല്ലോ. ആ ദൈവികതയിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവത്തെ ഭയപ്പെടുന്ന മനുഷ്യർക്ക് അവിടുന്ന് നൽകുന്നത് ആശ്വാസവും സമാധാനവുമാണ്. മനുഷ്യജീവനെ മാനിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കണ്ടുമുട്ടുന്നത്. കാരണം നാം അവന്റെ കരവേലയാണ്. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ്. ഏറ്റവും വലിയ ഭയം ദൈവഭക്തിയും വലിയ അനുഗ്രഹവും ദൈവീക ജ്ഞാനവുമാണ്. മനുഷ്യരിലല്ല നമ്മുടെ പ്രത്യാശ ദൈവത്തിലാണ്. നമ്മുടെ ആശ്രയവും പ്രത്യാശയും ശരണവും മനുഷ്യന്റെ വില ശരീരത്തിലല്ല, മറിച്ച് ആത്മാവിലാണ്. ആത്മാവിനെ നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. ബാറക്കുമോർ, വൈരാഗ്യത്തിൽ നിന്നും മേഷണയിൽ നിന്നും വേർപെട്ട നോമ്പ് എത്ര യോഗ്യവും എല്ലാ വഞ്ചനകളിൽ നിന്നും നിർമ്മലമാക്കപ്പെട്ട മേൽത്തരമായ സ്നേഹം എത്ര സുന്ദരവുമാകുന്നു. ആകയാൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പ് സ്വീകാര്യമാകുവാനായി നാം അന്യോന്യം സ്നേഹിക്കണം. സഹോദരങ്ങളെ, ദുഷ്ടതയിലും അസൂയയിലും സകല തിന്മകളിൽ നിന്നും പിന്മാറി നമുക്ക് നോമ്പ് ആചരിക്കാം. ഹൃദയതാപത്തോടും കണ്ണീരോടും കൂടെ കർത്താവിനോട് നാം അപേക്ഷിക്കണം. എന്നാൽ പ്രകാശമുള്ള മണവറയിൽ രാജപുത്രന്മാരോടുകൂടെ നമുക്ക് ആനന്ദിക്കാം. മനുഷ്യ സ്നേഹമുള്ളവനെ, കടങ്ങളുടെയും പാപങ്ങളുടെയും പെരുപ്പത്താൽ ഞാൻ മലിനമാക്കപ്പെട്ടിരിക്കുന്നു. എന്നെ രക്ഷക ഉന്നതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ പോലും ഞാൻ തുനിയുന്നില്ല. നിന്റെ കരുണയുടെയും കൃപയുടെയും ബാഹുല്യത്താൽ എന്നോട് ദയ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമേ. തന്റെ മഹത്വത്തിൽ നിന്ന് തള്ളപ്പെട്ടവനും താനായിരുന്ന പദവിയിൽ നിന്ന് മറിച്ചിടപ്പെട്ട് എറിയപ്പെട്ടവനും ആരംഭം മുതലേ ആദാമിൽ അസൂയപ്പെട്ടിരുന്നവനുമായ ദുഷ്ടന് ദുരിതം കണ്ടാലും അഗ്നിനരകം അവനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആദാമിന് പറുദീസായും പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമീൻ.